ഹേ എവ്രിവൺസ് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും നല്ല ഉറക്കാണ്. ഇന്ന് സൺഡേ ആണ്, അപ്പം എനിക്ക് ഇന്ന് വർക്കില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഒരു കട്ടൻ കാപ്പിയും ജാനിക്കുള്ള പാലും റെഡിയാക്കി വെച്ച് നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങാണ്. ലോകനാർക്കാവിലേക്കാണ് ഞാൻ പോകുന്നത്. പണ്ട് ലോകനാർക്കാവ് എന്നുള്ളത് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അതാ വീടിൻ്റെ അടുത്താണ്. എനിക്ക് എപ്പോഴും അവിടെ പോകാൻ നല്ല ഇഷ്ടമുള്ള ദിവസമാണ്. അർജു എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി ഞാൻ എൻ്റെ വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലെത്തി. കുറച്ചായി ഞാൻ അമ്പലത്തിൽ വന്നിട്ട്. അമ്മ ആദ്യം കൂടെ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹർഷയോട് ചോദിച്ചു, അപ്പോൾ ഹർഷയും വന്നില്ല. പിന്നെ ഞാൻ മടിച്ചിട്ട് ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേറെ ബെറ്റർ വേസ് ഒന്നും ഇല്ലാത്ത പോലെയായി. അധികം തിരക്കൊന്നും ഇല്ലാതെ എനിക്ക് ഒരുപാട് നേരം അങ്ങനെ തൊഴാൻ പറ്റി. നേരെ വിരുദ്ധമായിട്ട് തിരിച്ച് വരുന്ന വഴി ഞാൻ മീൻകട കണ്ടപ്പോൾ എന്നാൽ സൺഡേ അല്ലേ, വീട്ടിലേക്ക് കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ ചെന്നു. ഞാനീ എഴുന്നേറ്റുണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ച് എണീപ്പിച്ചു. വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ഹഗ്ഗാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും അച്ഛൻ എനിക്കൊരു ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പൂവുണ്ട്. എന്താ ചെയ്ത്? പൂ കളഞ്ഞോ? എൻ്റെ അമ്പാറ്റിയുടെ പൂവല്ലേ, കളയാമോ? അങ്ങനെ ജാനിയുടെ കൂടെയുള്ള കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കള കയറി അത്യാവശ്യം കുക്കിങ്ങിനൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്തു. നേരെ പുട്ടും കടല എടുത്തിട്ട് ജാനിക്ക് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു. ഞാൻ കഴിക്കുമ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ കടലയൊക്കെ പെറുക്കി കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും മോളും കൂടെ കളിയായി. ആക്ച്വലി ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാം എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആസ് യൂഷ്വൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. എന്ത് കൂട്ടിയാ മാമുണ്ണേ? മീൻ. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തു, ഞങ്ങളെല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് അവൾക്ക് പിന്നെയും കളിയുടെ മൂഡ് തുടങ്ങി. വീണ്ടും അവളുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. ഈവനിങ് ആയപ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും കൂടെ നേരെ കുറ്റ്യാടി ടൗണിലേക്ക് ഇറങ്ങി. ഷോപ്പിംഗിൽ വന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനുള്ള ഡ്രസ്സ് നോക്കാൻ വന്നതാണ്. അമ്മയ്ക്ക് അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടി, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷെ നല്ല കളക്ഷനും സർവീസും ഒക്കെയാണ്. ഞാൻ അങ്ങനെ ഷോപ്പിംഗിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ, പക്ഷെ എനിക്കിഷ്ടമായി. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോയി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ആണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി അമ്മ കേക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കേക്ക് ഫുള്ളിയിൽ കയറിയിട്ട് അമ്മയും ഞാനും കൂടെ ഒരു ഡേറ്റ് ആക്കി അന്നത്തെ ദിവസം. അർജുൻ ഞാനും ഇടയ്ക്ക് വരുന്ന ഒരു പ്ലേസാണ് കുറ്റ്യാടിയിലുള്ള കേക്ക് ഫുള്ളി. ഞാനും ഒരാഗ്രഹത്തിൻ്റെ പുറത്തൊരു കേക്കൊക്കെ പറഞ്ഞു, പക്ഷേ ഹെവി ഷുഗർ ആയതുകൊണ്ട് എനിക്കതങ്ങോട്ട് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം മധുരം അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്കിത് ഫുള്ള് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. ബാക്കി ഞങ്ങൾ പാഴ്സൽ ചെയ്യേണ്ടി വന്നു. അച്ഛനും അർജുനും ഉള്ളത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ശ്രീകുണ്ടും ഹർഷയും കൂട്ടായിട്ടും കൂടെ എത്തി ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ യൂഷ്വൽ വീക്കെൻഡ് ഇപ്പം ഇങ്ങനെയാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ചീട്ട് കളിക്കും. ഭയങ്കര വൈബാണ് അത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്ക് രാത്രി 10:30 സമയം. നാളെ എല്ലാവർക്കും വർക്ക് ഉണ്ട്, പക്ഷേ ഒന്നും ഞങ്ങൾ കാര്യമാക്കാൻ പോയി. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ചീട്ട് കളിക്കാൻ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. നല്ല വൈബാണ് ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരും കൂടെ കൂടുമ്പോൾ. നീ എന്റെ കേട്ടോ കേറാത്ത അത് പുതിയ കിട്ടാണ്ട പൊക്കിട്ടൊക്കെ കേട്ടി വെക്കണട്ടാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും കട്ടൻ ചായയും സ്നാക്സൊക്കെ ആയിട്ട് വന്നു. സമയം രാത്രി 11 മണി. ജാനി അപ്പോഴത്തേക്ക് ഉറങ്ങി. ഏകദേശം രാത്രി 1 മണിയോടുകൂടിയാണ് ഞങ്ങളുടെ ആ ദിവസത്തെ ചീട്ടുകളി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സാറ്റർഡേ സൺഡേ ആവണം ഞങ്ങൾക്ക് ഇതുപോലെ കൂടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ജോലിയൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഡു subscribe to my channel and please like, share and see you.